Hi everyone, it's me Harsha and welcome back to my channel. So in this video, we what's in my kitty baby's diaper bag ആണ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ബാഗ് ആണ് ഞാൻ കിട്ടു ബേബിക്ക് വേണ്ടിയിട്ട് ആസ് എ ഡയപ്പർ ബാഗ് യൂസ് ചെയ്യുന്നത്. ബാഗ് ഞാൻ ചേഞ്ച് ചെയ്യാറുണ്ട് അക്കോർഡിംഗ് ടു സിറ്റുവേഷൻ. അതായത് നമ്മൾ എങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത്. ഇപ്പം നോർമൽ ഒരു ഔട്ടിങ്ങിന് പോവുകയാണെങ്കിൽ ഞാൻ ഈ ഒരു ബാഗ് എടുക്കാറില്ല. ബട്ട് കുറച്ചൊരു ദൂരത്തോട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ബാഗാണ് എടുക്കാറ്. ബേസിക്കലി ഇത് കിട്ടുൻ്റെ ഡയപ്പർ ബാഗായിട്ടാണ് ഞാൻ കൂട്ടാക്കുന്നത് കേട്ടോ. അപ്പം ഇതിൽ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബാഗ് ഞാൻ അനക്കാറില്ല. അതായത് ഈ ഒരു ബാഗ് എപ്പോഴും ഓൾവേസ് പാക്ഡ് ആയിരിക്കും. കാരണം പിന്നെ എനിക്ക് സ്റ്റഫ് ചെയ്യേണ്ടതും പിന്നെ അൺപാക്ക് ചെയ്യേണ്ടതും ഒന്നും ആവശ്യം വരില്ല. അപ്പോൾ ഈ ഒരു ബാഗ് ആസ് ഇറ്റ് ഈസ് എപ്പോഴും പാക്ക് ചെയ്ത് ഞാൻ വെക്കാറാണ് പതിവ്. പിന്നെ നമ്മൾ പുറത്തോട്ട് ചെറിയ എന്തെങ്കിലും ഔട്ടിങ്ങിനൊക്കെ പോവുകയാണെങ്കിൽ മാത്രം ഞാൻ എൻ്റെ ഒരു ബാഗിൽ കുറച്ച് സാധനങ്ങൾ, അത്യാവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ അവൻ്റെ വെക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീഡിയോ കണ്ടു നോക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ ഈ ഒരു ബാഗ് ഞാൻ ശരിക്കും പഞ്ചാബിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു. എൻ്റെ ഡെലിവറിക്കൊക്കെ മുന്നേ വാങ്ങിച്ചതാണ് കേട്ടോ. പോയപ്പം ഞാൻ വാങ്ങിച്ചതായിരുന്നു ഇത്. അപ്പം അവിടെ പോയപ്പോൾ ഞാൻ വാങ്ങിച്ചതായിരുന്നു. അപ്പോൾ ഇത് ഞാൻ ആസ് എ വാവയ്ക്കുള്ള ഡയപ്പർ ബാഗായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓപ്പൺ ചെയ്യാം. 1, 2, 3 കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. രണ്ടിലും സ്റ്റഫ് നിറഞ്ഞിരിക്കുകയായിരിക്കും കേട്ടോ. അപ്പം ഫസ്റ്റ് ഞാൻ ഓർഡർ വൈസ് അല്ല കാണിക്കുന്നത്, റാൻഡം എൻ്റെ കയ്യിൽ വരുന്നതായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഫസ്റ്റ് ഞാൻ വാവയുടെ ഡയപ്പർ ബാഗിൽ വെക്കാറുള്ളത് ഇതുപോലത്തെ ഹാൻഡ് ടവലാണ്. ഇത് ബേസിക്കലി എനിക്കും യൂസ് ചെയ്യാം. എന്തെങ്കിലും വാവേനെ എന്തെങ്കിലും അവൻ പൂപ്പ് ചെയ്തൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈ തുടയ്ക്കാനും അല്ലെങ്കിൽ മുഖമൊക്കെ ഒന്ന് തുടയ്ക്കാനും ഒക്കെ ആയിട്ട് ഞാൻ ഹാൻഡ് ടവൽ ഞാൻ വെക്കാറുണ്ട്. അപ്പം ഇങ്ങനത്തെ ഒരു നല്ല കോട്ടൻ്റെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹാൻഡ് ടവലാണിത്. അത് ഞാൻ വെക്കാറുണ്ട്. സെക്കൻഡ് ഐറ്റം ഞാൻ വെക്കാറുള്ളത് വാവയ്ക്ക് വേണ്ടിയിട്ട് ഒരു സ്വാഡൽ റാപ്പാണ്. ദോ ഹീസ് 1 year old, ബട്ട് വാവ കുഞ്ഞായിരുന്നപ്പോൾ ഞാൻ അവനെ സോഡൽ ചെയ്യാനായിട്ട് ഈ ഒരു റാപ്പാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതുപോലത്തെ 3 എണ്ണം ഉണ്ട് കേട്ടോ. ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതായിരുന്നു. എല്ലാത്തിനും ലിങ്ക്സ് ഒക്കെ കിട്ടുന്നതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പം നല്ല മൽമൽ കോട്ടൻ്റെ നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയലാണിത്. അപ്പോൾ ഇത് ശരിക്കും നമുക്ക് അവന് നമ്മുടെ കാറിലാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ തോളിലൊക്കെ കിടക്കുകയാണെങ്കിൽ അവനെ ജസ്റ്റ് ഒന്ന് റാപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഒന്ന് പുതപ്പിക്കാനൊക്കെ ആയിട്ട് ഈ ഒരു സോഡൽ റാപ്പ് നല്ലതാണ്. അവനാണെങ്കിൽ കിട്ടുവിന് ശരിക്കും പുതയ്ക്കുന്നത് ഇഷ്ടമല്ല, മാറ്റിക്കളയും. ബട്ട് നമുക്കറിയാലോ അവന് ശരീരത്തിന് പുതയ്ക്കണം അല്ലെങ്കിൽ തണുപ്പടിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തുണിയാണിത് കേട്ടോ. ഇതുപോലത്തെ ഉണ്ടെങ്കിൽ നല്ല കാര്യമാണ്. അപ്പോൾ ഇതാണ് ഞാൻ ഒരെണ്ണം വെക്കാറുള്ളത്. നെക്സ്റ്റ് ഞാൻ വെക്കാറുള്ളത് ഇതുപോലത്തെ ഡ്രൈ ഷീറ്റാണ്. ഡ്രൈ ഷീറ്റ് എല്ലാ മോമീസിനും അറിയായിരിക്കും എത്രത്തോളം ഹെൽപ്ഫുൾ ആണെന്നാൽ. നമുക്ക് എവിടെയെങ്കിലും ചേഞ്ച് ചെയ്യാനുണ്ട്, അവരുടെ ഡയപ്പർ മാറ്റാനുണ്ട്, എന്തെങ്കിലും അവനൊന്ന് കിടത്തിയിട്ട് എന്തെങ്കിലും ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ഡ്രൈ ഷീറ്റ് നല്ലതായിരിക്കും. ഒരുപാട് അഴുക്കാവില്ല, നനയയില്ല. അപ്പോൾ ഇതുപോലത്തെ ക്വിക്ക് ഡ്രൈ ഷീറ്റ്സ് ഉണ്ടെങ്കിൽ ഒരുപാട് നല്ലതായിരിക്കും. അപ്പോൾ ഈ ഒരു ഡ്രൈ ഷീറ്റും ഞാൻ എപ്പോഴും എൻ്റെ ബാഗിൽ കരുതാറുണ്ട്. ഇനി നെക്സ്റ്റ് ഞാൻ ഇപ്പം വെക്കാൻ തുടങ്ങിയതാണ് കേട്ടോ. ഒരു ക്യാപ്പാണിത്. ജിറാഫിൻ്റെ കണ്ടില്ല, നല്ല കൊമ്പൊക്കെയുള്ള ജിറാഫിൻ്റെ കാർട്ടൂണുള്ള ഒരു ക്യാപ്പാണ് വെക്കാറ്. ഇപ്പം അവൻ മുട്ടയടിച്ചേക്കാണ്. അപ്പോൾ എവിടെയെങ്കിലും പുറത്തൊക്കെ പോവുകയാണെങ്കിൽ ചെറിയ വെയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇതുപോലത്തെ ക്യാപ്പ് അവൻ മാറ്റിക്കളയും. പക്ഷേ 1-2 തവണ മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ അറിയാൻ പറ്റും കേട്ടോ. അത് മാറ്റാൻ പാടില്ല എന്നുണ്ടെങ്കിൽ അവൻ ആ ക്യാപ്പ് അങ്ങനെ തന്നെ വെച്ചല്ലോ. അപ്പോൾ ഇതുപോലത്തെ ക്യാപ്പ് ഞാൻ ഒരെണ്ണം എൻ്റെ ബാഗിൽ എപ്പോഴും വെക്കാറുണ്ട് കേട്ടോ. ഡയപ്പർ ബാഗിൽ വെക്കാറുണ്ട്. നെക്സ്റ്റ് ഞാൻ വെക്കാറുള്ളത് ഹാൻഡ് കർച്ചീഫാണ്. ഇത് വാവയുടെ മുഖം തുടയ്ക്കാനുള്ള കർച്ചീഫാണ്. ഇപ്പോൾ ഒക്കെ ഒബ്വിയസ്ലി ഒരു 6 മാസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് വാവയുടെ വായിൽ നിന്ന് ഇങ്ങനെ സലൈവ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. വാവയ്ക്ക് ഇപ്പോഴും വരുന്നുണ്ട്. അപ്പോൾ അതെപ്പോഴും തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ നല്ല ഹോസറി കോട്ടൻ്റെ കർച്ചീഫാണ് കേട്ടോ. ഇതുപോലത്തെ 2 എണ്ണം ഞാൻ വെക്കാറുണ്ട്. പിന്നെ നമ്മൾ ഹാൻഡ് ടവൽ എന്തായാലും വെക്കുന്നുണ്ട്. പക്ഷേ വാവയ്ക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലി ഇതുപോലത്തെ ഹോസറി കോട്ടൻ്റെ ഹാൻഡ് കർച്ചീഫ് 6ൻ്റെ സെറ്റായിരുന്നു, 6 പീസിൻ്റെ സെറ്റായിരുന്നു. അപ്പോൾ 2 എണ്ണം ഞാൻ വെക്കാറുണ്ട്. പിന്നെ ഞാൻ ഒരു ബിബ്
ഒരു വിബ് ഞാൻ വെക്കാറുണ്ട് വാവയ്ക്ക് ഫുഡ് കൊടുക്കുമ്പോൾ. അല്ലെങ്കിൽ നോർമലി ആണെങ്കിൽ അവന് വിബ് കെട്ടിക്കഴിഞ്ഞാൽ അവന് വായനിങ്ങനെ തലൈവ വരുമെന്ന് ഞാൻ പറഞ്ഞല്ലോ, അത് അവൻ്റെ ഡ്രസ്സ് മേലൊന്നും ആവാണ്ടൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനത്തെ കുഞ്ഞ് സ്മോൾ സൈസിൻ്റെ വിബ് വയ്ക്കാറുണ്ട്. ഫുഡ് കഴിക്കുമ്പോഴാണെങ്കിൽ ഞാൻ വലിയ ടൈപ്പ് വിബാണ് അവന് വീട്ടിൽ ഉപയോഗിക്കാറുള്ളത്. പക്ഷേ എന്നെ ട്രാവൽ ചെയ്യുമ്പോൾ ഈ ഒരു ഡയപ്പർ ബാഗിൽ എൻ്റെ ഈ ഒരു വിബ് എപ്പോഴും ഉണ്ടാവും. കാരണം നമുക്ക് എന്തെങ്കിലും ഫുഡൊക്കെ കഴിപ്പിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അവൻ്റെ ഡ്രസ്സൊക്കെ അഴുക്കാക്കി കഴിഞ്ഞാൽ അത് കാരണമാണ് ഞാൻ മാക്സിമം വിബ് യൂസ് ചെയ്യുക. അപ്പം നമുക്ക് മാക്സിമം ഡ്രസ്സ് അഴുക്കാക്കാതിരിക്കാനുള്ള ഒരു ഈസി സൊല്യൂഷൻ അല്ലേ. അപ്പോൾ ഇതാണ് ഞാൻ നെക്സ്റ്റ് വയ്ക്കാറുള്ളത്. പിന്നെ ഞാൻ ഒരു 2 പെയർ ഡ്രസ്സ് വെക്കാറുണ്ട്. ഒരു റോംബർ പോലത്തെ വെക്കും, പിന്നെ ഒരു ടീഷർട്ട് ആൻഡ് ഒരു നിക്കർ അങ്ങനത്തെ ഒരു ഡ്രസ്സും വെക്കാറുണ്ട്. അപ്പോൾ 2 ജോഡി ഡ്രസ്സ് എന്തായാലും എൻ്റെ കയ്യിലുണ്ടാവും. പിന്നെ ഒരു ഫുൾ സൈസിൻ്റെ ഒരു പാൻറ്റ് ഞാൻ എപ്പോഴും വെക്കാറുണ്ട്. കാലൊക്കെ തണുക്കുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാമെന്ന് വെച്ചിട്ട് ഞാനൊരു പാൻറ്റും വെക്കാറുണ്ട്. പിന്നെ ഞാൻ വാവയ്ക്ക് ഒബ്വിയസ്ലി ഒരു വെറ്റ് വൈപ്സിൻ്റെ, ഇത് പോപ്പീസിൻ്റെ വെറ്റ് വൈപ്സ് ആണ്. നമുക്ക് വെള്ളം അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വായനെ ക്ലീൻ ചെയ്യിപ്പിക്കാനൊക്കെ ആണെങ്കിൽ ഈ വെറ്റ് വൈപ്സ് നല്ല ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ള വെറ്റ് വൈപ്സ് ആണ്. ഇത് ഞാൻ എൻ്റെ ബാഗിൽ എപ്പോഴും വെക്കാറുണ്ട് കേട്ടോ. വെറ്റ് വൈപ്സ് ഒഴിച്ചുള്ള കാലം ഉണ്ടായിട്ടില്ല വാവ ആയതിനൊക്കെ. പിന്നെ അപ്പോൾ ഇത് ആലോവേറ ആൻഡ് വൈറ്റമിൻ ഇ എൻറിച്ച്ഡ് ആയത് കാരണം വാവയുടെ സ്കിന്നിനാണെങ്കിൽ നല്ല സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അപ്പം വെറ്റ് വൈപ്സും ഞാൻ മസ്റ്റ് ആയിട്ടും ഡയപ്പർ ബാഗിൽ വാവയുടെ വെക്കാറുണ്ട്. പിന്നെ ഞാൻ ഒരു ക്രീം, അതായത് ബേബി ക്രീം വെക്കാറുണ്ട്. ഇത് സെബാമെഡിൻ്റെ ക്രീമായിട്ടോ. ഞാൻ വാവയ്ക്ക് സെബാമെഡാണ് ഇപ്പോൾ യൂസ് ചെയ്യാറ്. കാരണം വാവയുടെ സ്കിൻ എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ ആയത് കാരണം അവന് നല്ല മോയ്സ്ചറൈസിങ് ആയിട്ടുള്ള ഫേസ് ക്രീമേ പറ്റുള്ളൂ. അപ്പോൾ സെബാമെഡിൻ്റെ ഈ ഒരു എക്സ്ട്രാ മോയ്സ്ചറൈസിങ് ആയിട്ടുള്ള ഫേസ് ക്രീം ഞാൻ ഡയപ്പർ ബാഗിൽ എപ്പോഴും വെക്കാറുണ്ട്. ഇത് തന്നെ ഞാൻ വേണമെങ്കിൽ ബോഡിയിലും യൂസ് ചെയ്യും കേട്ടോ. പിന്നെ ഞാൻ വാവയുടെ ബാഗിൽ വെക്കാറുള്ളത് ഇതുപോലത്തെ ടോയ്സ് ആണ്. എന്തെങ്കിലും വൈകി ഇപ്പോൾ ഒരു ടൈഗറാണ്, പിന്നെ ഇങ്ങനെ ബ്ലോക്സിൻ്റെ 2-3 എന്താണോ എൻ്റെ കയ്യിൽ ഉള്ളതെന്ന് വെച്ചാൽ കിട്ടുന്നത് ഞാൻ എൻ്റെ ബാഗിലെടുത്തിടും. കാരണം അവനെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അവന് എൻഗേജ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനത്തെ ടോയ്സ് ഒക്കെ വെച്ചിട്ട് അവനെ എന്തെങ്കിലുമൊക്കെ എൻഗേജ്, അപ്പോൾ അവൻ കളിക്കുകയും മറിക്കുകയും കളിക്കുകയൊക്കെ ചെയ്തോളും. അപ്പം ഡയപ്പർ ബാഗിൽ നിങ്ങൾ മസ്റ്റായിട്ടും ടോയ്സ് എന്തായാലും വെച്ചേക്കുക. പിന്നെ ഒബ്വിയസ്ലി ഡയപ്പർ ബാഗ് എന്ന് പറയുമ്പോൾ ഡയപ്പർ മസ്റ്റാണ്. ഡയപ്പർ ഞാൻ വെക്കും, 5-6 ഡയപ്പർ ഞാൻ ഇതിൽ എപ്പോഴും സ്റ്റോക്ക് ചെയ്ത് വെക്കാറുണ്ട്. ഞാൻ മാമി പോക്കോ പാൻസ് ആണ് വാവയ്ക്ക് യൂസ് ചെയ്യാറുള്ളത്. എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് മാമി പോക്കോ പാൻസ് ആണ്. ട്രാവൽ ചെയ്യുമ്പോൾ ഒക്കെ ഞാൻ 5-6 ഈ ഒരു ബാഗിൽ എന്തായാലും എൻ്റെ ഇത് ഉണ്ടാവാറുണ്ട്. പിന്നെ ഒരു മോർ ഹാൻഡ് കർച്ചീഫ്, ഒരു വൈറ്റ് കളർ ഹാൻഡ് കർച്ചീഫ് ഞാൻ എപ്പോഴും വെക്കാറുണ്ട്. ഹാൻഡ് കർച്ചീഫ് എപ്പോഴും എൻ്റെ ബാഗിൽ ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഒരു ടിഷ്യൂ പേപ്പർ, നോർമൽ ഡ്രൈ ടിഷ്യൂ ഞാൻ വെക്കാറുണ്ട്, ജസ്റ്റ് ഇൻ കേസ് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതും ഞാൻ വെക്കാറുണ്ട്. പിന്നെ ഞാൻ ഒബ്വിയസ്ലി നമ്മൾ പോകാൻ നേരത്ത് വാവയുടെ ഫുഡിൻ്റെ ഒരു വാവയുടെ ബോട്ടിൽ വെക്കാറുണ്ട്, വെള്ളം കുടിക്കാനായിട്ട് ബോട്ടിൽ വെക്കാറുണ്ട്. ഞാൻ വാവയ്ക്ക് ഇപ്പോഴും ബ്രസ്റ്റ് ഫീഡാണ് ചെയ്യാറുള്ളത്, അതുകൊണ്ട് പാലും കാര്യങ്ങളൊന്നും ഞാൻ വെക്കാറില്ല. പിന്നെ അവൻ്റെ ഫുഡ്, ഒരു നേരത്തേക്കുള്ള എന്തെങ്കിലും ഒരു ഫുഡ് ഞാൻ അവൻ്റെ ഫീഡറിൽ ഫില്ല് ചെയ്തിട്ട് ഞാൻ അതും എൻ്റെ ബാഗിൽ വെക്കാറുണ്ട്. അതൊക്കെ സാധനങ്ങൾ ശരിക്കും ഈ ഒരു ഡയപ്പർ ബാഗിൽ എപ്പോഴും ഉണ്ടാവാറുണ്ട്. അതായത് ഇത് ഞാൻ പറഞ്ഞില്ല, ഞാൻ അനക്കാറില്ല. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ പിന്നെ ഒരുപാട് സാധനങ്ങൾ ഞാൻ വലിച്ചു വാരിക്കൊണ്ട് നടക്കാറില്ല. പിന്നെ നമുക്ക് ഒബ്വിയസ്ലി എവിടെയെങ്കിലും ലോങ് ട്രിപ്പ് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും എക്സ്ട്രാ എന്തെങ്കിലും 1-2 സാധനങ്ങൾ കൊണ്ട് ഞാൻ ഇതിൽ ആഡ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ കിട്ടു ബേബിയുടെ ഡയപ്പർ ബാഗിൽ ഞാൻ വെച്ചേക്കുന്ന സാധനങ്ങൾ. പിന്നെ ഒരുപാട് സാധനങ്ങൾ നിങ്ങൾക്ക് വെക്കാം കേട്ടോ. മെഡിസിൻ ആണെങ്കിൽ അങ്ങനെ വെക്കാം. പക്ഷെ വാവയ്ക്കിപ്പോൾ വലിയ മെഡിസിൻ്റെ ആവശ്യം വരാറില്ല, ടച്ച് വുഡ്. അതുകൊണ്ട് മെഡിസിനൊന്നും ഞാൻ വെക്കാറില്ല. പിന്നെ നമ്മളിവിടെ ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ PCM അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ 1-2 സാധനങ്ങളൊക്കെ ഞാൻ വെക്കാറുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് വാവയുടെ ഡയപ്പർ ബാഗിൽ ഉള്ള ഐറ്റംസ് എന്ന് പറയുന്നത്. ഐ ഹോപ്പ് എല്ലാ മോമീസ് ഔട്ട് ദെയർ അവർക്കൊക്കെ ഇത് ഒരു യൂസ്ഫുൾ ആയി എന്നുള്ളത്, ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഡ്രില്ല് നിങ്ങൾക്കറിയാം, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്കിനിയും അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവരും സ്റ്റേ ഹെൽത്തി, ഹാപ്പി ആൻഡ് ബ്ലെസ്ഡ് ആൻഡ് ലവ് യു സെൽഫ്. ബൈ.